Good morning everyone. Welcome to the daily news desk of Dakshina Learning. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഒരു ന്യൂസ് അനാലിസിസിലോട്ട് പോവുകയാണ്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിലിംസ് മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ട് ന്യൂസ് എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്നാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ ഇന്നലെ റീസെന്റ് ന്യൂസിലുണ്ടായിരുന്ന ഏറ്റവും ബസിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ നമുക്കറിയാം റീസെന്റ് ന്യൂസിലുണ്ടായിരുന്നു പഹൽഗാം അറ്റാക്ക്. ആ അറ്റാക്കിന് റിട്ടാലിയേഷൻ ആയിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ടെറിട്ടറിയിൽ കയറി ഇന്നലെ എയർബേസിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായി ടെററിസ്റ്റ് പ്ലേസസിനെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് മെയിനായിട്ട് ഫസ്റ്റിൽ ഉള്ളത്. സോ ഫസ്റ്റ് ദ ന്യൂസ് ഈസ് അബൌട്ട് ഇന്ത്യ ഫോഴ്സസ് ഹിറ്റ് പാകിസ്ഥാൻ ടെറർ ബേസസ്. അപ്പൊ ഇതിന്റെ ഒരു ബ്രീഫ് അനാലിസിസ് ആണ്. അപ്പൊ ഇത് എങ്ങനെ പ്രിലിംസ് ആംഗിളിലും മെയിൻസ് ഏരിയയിലും നമുക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ ന്യൂസ് സമ്മറി മെയിൻ ആയിട്ട് പറയുന്നത്, ഇന്ത്യ കണ്ട 24 പ്രിസിഷൻ എയർ സ്ട്രൈക്ക്. അപ്പോൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള എയർ സ്ട്രൈക്ക് ആയിരുന്നു. സിവിലിയൻസിന് കാഷ്വാലിറ്റി ഇല്ല എന്നാണ് ന്യൂസ് ബ്രീഫിംഗ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ദ ഓപ്പറേഷൻ വാസ് എക്സിക്യൂട്ടഡ് ഇൻ ജസ്റ്റ് 25 minutes വിത്ത് നോ സിവിലിയൻ കാഷ്വാലിറ്റീസ് ആൻഡ് വിത്ത് എ മെഷേർഡ് റെസ്പോൺസ് ടു പ്രയർ അറ്റാക്ക്. സോ സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ല എന്നാണ് റിപ്പോർട്ടിംഗ്. അതേപോലെ പ്രയർ അറ്റാക്കിലും പിന്നെ മുതിർന്നിട്ടില്ല. ഇന്ത്യ ഡിഫൻസ് ആൻഡ് ഡിപ്ലോമാറ്റിക് ലീഡർഷിപ്പ് എംബസൈസ്ഡ് ഇറ്റ് വാസ് ആൻ നോൺ എസ്കലേറ്ററി ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ആക്ഷൻ. അതൊരു എസ്കലേഷനിൽ പോകാതെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് ഡിഫൻസ് ആൻഡ് ഡിപ്ലോമാറ്റിക് ലീഡർഷിപ്പിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൗണ്ടർ സ്ട്രൈക്കിന് മെയിനായിട്ട് നെയിം കോഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ന്യൂസിനെ എങ്ങനെ ഒരു പ്രിലിംസ് മെയിൻസ് ആംഗിൾ ഒന്ന് അനാലിസിസ് ചെയ്യാൻ നോക്കാം. അപ്പൊ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിൽ ഏതൊക്കെ പോയിന്റാണ് അനാലിസിസിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ഇന്ത്യ ഓൾറെഡി കുറെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. ആസ് ആൻ എൻവയോൺമെന്റ് ഇവാക്യുവേഷൻ അല്ലെ റെസ്ക്യൂ ഇവാക്യുവേഷൻ അതേപോലെ. അപ്പൊ ഡിഫറെന്റ് ഓപ്പറേഷന്റെ പാർട്ടായിട്ട് ഈ ഒരു ഓപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻലി ഇതിനെ കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ നെയിം ആൻഡ് ഒബ്ജക്റ്റീവ്, ഈ ഓപ്പറേഷൻ നെയിം ആൻഡ് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റീവ് ഇത് പ്രിലിംസ് പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇന്ത്യസ് റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് എന്നൊരു ആസ്പെക്ട്. ആക്ച്വലി ഇതൊരു മോറൽ ആൻഡ് ഇംപ്ലിക്കേഷൻ തരുന്ന അല്ലെങ്കിൽ ഒരു മോറൽ ഫോഴ്സ് ഇന്ത്യക്ക് നൽകിയത് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻ പവർ ആണ്. ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 51 ഓൺ UN ചാർട്ടർ. ഇത് ഇമ്പോർട്ടന്റ് ആണ് IR ലീഗൽ പ്രൊവിഷന്റെ ബേസിൽ. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്റെ ബോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ആണ്. എന്താണ് LOC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോർഡർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് POK റീജിയൻ അല്ലെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ റീജിയൻ വരെ ഉള്ള ഒരു ഏരിയയാണ് മെയിനായിട്ട് ഏതിൽ വരുന്നത്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ മെയിനായിട്ട് വരുന്നത്. അതേസമയം കാശ്മീർ തൊട്ട് രാജസ്ഥാന്റെ ബോർഡർ വരെ റീച്ച് ചെയ്യുന്ന ഒരു ബോർഡർ ഏരിയ, പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഏരിയ നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർനാഷണൽ ബോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കീ ആസ്പെക്ട് ഡിഫറൻസ് നിങ്ങൾ മെയിനായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ പ്രിസിഷൻ സ്ട്രൈക്ക്, ഇത് ഡിഫൻസ് കേപ്പബിലിറ്റി ആൻഡ് എയർ സ്ട്രൈക്ക് എക്സിക്യൂഷൻ ടൈം ലൈൻ. ഇതിനെയാണ് ആക്ച്വലി പ്രിസിഷൻ സ്ട്രൈക്ക് എന്ന ന്യൂസിൽ മെയിനായിട്ടുള്ള കീവേഡ് പറയുന്നത്. ദെൻ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതിനകത്ത് കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അതിന്റെ മെയിൻ ഡിബേറ്റ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ. ഇനി ഈ ഒരു ഓപ്പറേഷൻ മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഏജൻസീസ് ഏതെന്ന് അറിയണം. എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ BR ഒരു ഇമ്പോർട്ടന്റ് ഏജൻസി ആയിരുന്നു. അതേപോലെ എയർഫോഴ്സിൽ ഉള്ള ഇമ്പോർട്ടന്റ് ഏജൻസി ഉണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണ്. ഇപ്പൊ വുമൺ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് വുമൺ പാർട്ടിസിപ്പേഷൻ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് പോയിന്റർ ആണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻസ് ഏരിയയിൽ നമുക്ക് ഏതൊക്കെ ആംഗിളിൽ ഇതിനെ അനാലിസിസിലോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അപ്പൊ മെയിൻസിൽ നമുക്കറിയാം മെയിനായിട്ട് GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലാണ് മെയിനായിട്ട് വരുന്നത്. ഡിപ്ലോമാറ്റിക് റിലേഷൻ, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പാക്ട് ഓഫ് ക്രോസ് ബോർഡർ ടെററിസം ആൻഡ് ഇന്ത്യസ് റെസ്പോൺസ് എന്നുള്ള ഒരു ഏരിയയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ യൂസ് ഓഫ് ഫോഴ്സ് അണ്ടർ ഇന്റർനാഷണൽ ലാ, ഇന്ത്യസ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് എയർ സ്ട്രൈക്ക് അണ്ടർ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ്. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാന്നുള്ളതും അതൊരു ഫോർഡർ പോയിന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിപ്ലോമസി ആൻഡ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ, അപ്പൊ എങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ലെവലിൽ നമുക്ക് ഇത് സ്ട്രാറ്റജിക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ഒരു ആസ്പെക്ട് മെയിൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിയുടെ സൈഡിൽ നമുക്ക് ഈ ഒരു ന്യൂസ് ബ്രീഫിനെ കണക്ട് ചെയ്യാൻ പറ്റും. ക്രോസ് ബോർഡർ ടെററിസം എന്നുള്ള ആംഗിൾ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ റോൾ ഓഫ് ടെക്നോളജി, എസ്പെഷ്യലി ദ പ്രിസിഷൻ വാർഫെയർ ടെക്നോളജി, അതെങ്ങനെയെന്നുള്ളതും ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ ന്യൂസ് ബ്രീഫിലുള്ളതും അതിന്റെ സമ്മറിയും അത് മെയിനായിട്ട് എങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള അനാലിസിസ് വരുന്നുള്ള ഒരു ആസ്പെക്ട്. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം. അടുത്തതെന്ന് വെച്ചാൽ ഒരു ട്രേഡ് റിലേഷൻ ആണ്. അതിൻ്റെ അകത്ത് കീ ആസ്പെക്ട് ആയിട്ടുള്ള എനർജി റിലേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് രണ്ട് കൺട്രീസ് എന്ന് വെച്ചാൽ ഇന്ത്യ USA ബയലാറ്ററൽ റിലേഷനിൽ, ട്രേഡ് റിലേഷനിൽ അല്ലെങ്കിൽ എനർജി റിലേഷൻസ് ആയിട്ടുള്ള ആസ്പെക്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ന്യൂസ് സമ്മറി മെയിനായിട്ട് പറയുന്നതെന്ന് നോക്കാം. The article emphasizes on the strategic energy partnership between India and USA.
അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു എനർജി പാർട്ണർഷിപ്പ്, ഇന്ത്യയും USA ഇടയിലുള്ള സ്ട്രാറ്റജിക് എനർജി പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിക് എനർജിയിലുള്ള മെയിൻ ഏരിയസ് ഏതെന്നുള്ളതാണ് ഡിസ്കഷനിൽ വരുന്നത്. എസ്പെഷ്യലി അത് വരുന്നതിൽ ക്രിട്ടിക്കൽ മിനറൽസ്, ന്യൂക്ലിയർ എനർജി ആൻഡ് ക്ലീൻ എനർജി ടെക്നോളജി എന്നുള്ള ആംഗിളാണ് മെയിനായിട്ട് ഈ ഒരു സ്ട്രാറ്റജിക് എനർജി ഏരിയയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി ആൻഡ് ആൾസോ വാട്ട് ഹാപ്പൻസ് ക്ലീൻ എനർജി ടെക്നോളജി. അപ്പൊ ഈ 3 ഏരിയ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എസ്പെഷ്യലി നമ്മളെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ആയിട്ടുള്ള ഏരിയയിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടാണ് ആക്ച്വലി ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ ബൂമിങ്ങിന് വേണ്ടിയിട്ട് ഈ റോ മിനറൽസിന്റെ ഇൻപുട്ട് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ് 2 രാജ്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ഈ പാർട്ണർഷിപ്പ് അവരുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ ന്യൂക്ലിയർ എനർജി, നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നോൺ ഫോസിൽ ഫ്യൂവലിലോട്ടും, അതേപോലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീ ആസ്പെക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആക്ച്വലി അത് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിലെ റിസർച്ച് സ്റ്റഡിക്കും അതിൻ്റെ ഡെവലപ്മെന്റ് ഏരിയയും ഈ ഒരു ട്രേഡ് അലയൻസ് അല്ലെങ്കിൽ ഈ ഒരു എനർജി അലയൻസ് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ ക്ലീൻ എനർജി ടെക്നോളജി ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ കീപ്പ് ചെയ്യാന്നുള്ളത് ഹൈലി ഡിബേറ്റബിൾ ആയിട്ട് ഇപ്പോൾ നമ്മളെ എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു ഡിസ്കഷനാണ്, എസ്പെഷ്യലി ഓൺ ദ സൈഡ് ഓഫ് എൻവയോൺമെന്റൽ കോൺഫറൻസസ്. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് ഈ ഒരു എനർജി പാക്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. എസ്പെഷ്യലി അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫറിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിലും ഈ ഒരു പാക്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസിൽ ബാക്കി എന്താ ബ്രീഫിംഗ് എന്ന് നോക്കാം. It highlights the need for critical mineral supply chain resilience and faster deployment of nuclear energy and investment in renewable and clean tech and research and development in clean tech research and development area. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആംഗിൾ തന്നെയാണ് ബ്രീഫ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് നോൺ സീറോ ഗോൾസ്, അതായത് സീറോ കാർബൺ എമിഷൻ എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാത്ത് വേ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. The article calls for a regulatory reform, innovation funding and bilateral cooperation framework. അപ്പോൾ ഇത് മെയിനായിട്ട് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ കൺട്രീസ് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഡിസ്കഷൻ വരുന്നത്. മെയിനായിട്ട് എന്തൊക്കെയാണ്? റെഗുലേറ്ററി ഏരിയയിൽ റിഫോം വരണം. അപ്പോൾ ടൈറ്റ് റെഗുലേഷൻ ആണെന്ന് കൂടി ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അതേപോലെ ഇന്നോവേഷൻ ഫണ്ടിങ് വരണം. അപ്പോൾ നല്ല ഇന്നോവേഷൻ ഏരിയയിൽ IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏരിയയിലൊക്കെ ഒരു ഫണ്ടിങ് ആസ്പെക്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബയലാറ്ററൽ കോർപ്പറേഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവരണം. ഇത്രയാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിലിംസ് ഏരിയ ഏതൊക്കെ പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് നോക്കാം. അപ്പോൾ പ്രിലിംസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളത്, എസ്പെഷ്യലി ലിഥിയം, കൊബാൾട്ട്, റെയർ എർത്ത് മിനറൽസ്. അപ്പോൾ ഇതിന്റെ യൂസസ് എന്താണെന്നും ഇതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. അത് വേൾഡ് ഗ്ലോബൽ ലെവലിലെ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ ഇന്ത്യയുടെ റീജിയൻ ലെവൽ ഡിസ്ട്രിബ്യൂഷനിൽ എവിടെയൊക്കെ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ടെന്നുള്ള ഒരു ആസ്പെക്ട് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇന്ത്യ US സ്ട്രാറ്റജിക് ക്ലീൻ എനർജി പാർട്ണർഷിപ്പ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പോൾ കറന്റ് ന്യൂക്ലിയർ എനർജി ഇൻ ഇന്ത്യ അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നും അതിന്റെ എന്തൊക്കെ സേഫ്റ്റി ലോസ് എന്തെന്നുള്ളതും പിന്നെ ഗ്ലോബൽ പാർട്ണർഷിപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് ക്ലീൻ എനർജി ടെക്നോളജി. അപ്പോൾ നമുക്ക് ക്ലീൻ എനർജി ടെക്നോളജി ഇപ്പോൾ ഏതൊക്കെ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ആംഗിൾ നമ്മൾ എടുക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സോളാർ എനർജി, വിൻഡ് എനർജി, ദെൻ ഇവോൾവിംഗ് ആയിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ എനർജി, ദെൻ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ സ്റ്റോറേജ് എന്നുള്ള റിസർച്ച് മെത്തോഡോളജി അല്ലെങ്കിൽ അപ്കമിങ് മെത്തോഡോളജിയും ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ന്യൂസിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കീ ടേംസ് എന്ന് വെച്ചാൽ ഗ്രീൻ ഹൈഡ്രജൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, അതേപോലെ ക്രിട്ടിക്കൽ മിനറൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ന്യൂസ് ഡിസ്കസ് ചെയ്ത പോലെ സ്മോൾ മൊഡ്യൂളർ റിയാക്ടർ, അതായത് സ്കെയിൽ വൈസ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ സൈസ് കുറച്ച് വരുന്നതാണ് ആക്ച്വലി സ്മോൾ മൊഡ്യൂൾ റിയാക്ടേഴ്സ്. അത് എങ്ങനെ നമുക്ക് ഫീസിബിൾ ആക്കാം അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ അങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി മെയിൻസ് ആസ്പെക്റ്റിൽ എവിടെയൊക്കെ ഇത് റിലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യ US എനർജി കോർപ്പറേഷൻ, അതേപോലെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഡിപ്ലോമസി ആംഗിളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ആൻഡ് ക്ലൈമറ്റ് ആസ് ഫോറിൻ പോളിസി ടൂൾ, അതാണ് ഞാൻ പറഞ്ഞ ക്ലൈമറ്റ് ജസ്റ്റിസ് എന്നുള്ള ഒരു ആംഗിളിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി റോൾ ഇൻ മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്, കോഡ്, ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ പാർട്ണർഷിപ്പ്, ഈ ഏരിയയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർഡർ പോയിന്റ് ആയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഏരിയ എന്ന് പറയുന്നത് എക്കോണമി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ള ആസ്പെക്റ്റിലാണ്, എസ്പെഷ്യലി എനർജി സെക്യൂരിറ്റി ആൻഡ് ട്രാൻസിഷൻ.
എന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂലിനെ ട്രാൻസിറ്റ് ചെയ്ത് ക്ലീൻ എനർജിയിലോട്ട് എങ്ങനെ പോകാം, അതിന് ഇൻഡസ്ട്രിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഫോർഡർ പോയിന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ മിനറൽ പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഫോർഡർ പോയിന്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അതേപോലെ ന്യൂക്ലിയർ എനർജി, ക്ലീൻ ടെക് ഇന്നോവേഷൻ ആസ്പെക്റ്റിൽ മെയിനായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ അല്ല ഇന്ത്യയുടെ നെറ്റ് സീറോ സ്ട്രാറ്റജി എന്നീ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ന്യൂസ് സമ്മറി ബ്രീഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര ഈ ന്യൂസ് ആർട്ടിക്കിളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഒബ്സർവേഷൻ. നമുക്ക് അടുത്ത ന്യൂസ് ഡിസ്കഷനിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ജുഡീഷ്യറി റിലേറ്റഡ് ആണ്. അപ്പോൾ റീസെന്റ് 2 days ആയിട്ട് ജുഡീഷ്യറി ബേസ് ചെയ്തിട്ട് ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ എന്നോണാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്ന ആസ്പെക്ട് എന്താണെന്ന് നോക്കാം. The article highlights the systemic issues in Indian judiciary. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഇഷ്യൂസ് എന്ന് നോക്കാം. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജുഡീഷ്യറിയിൽ ട്രാൻസ്പെറൻസി ഇഷ്യൂ, എസ്പെഷ്യലി അതിൻ്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഏരിയയിലാണ് ആ ട്രാൻസ്പെറൻസി ഇഷ്യൂ മെയിനായിട്ട് ഡിസ്കഷനിൽ വരുന്നത്. അതേപോലെ ജുഡീഷ്യൽ ഡിലേസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ ഇൻഎഫിഷ്യൻസി, ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഓപ്പറേഷൻ സൈഡിലായാലും അതിൻ്റെ ഇൻഎഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഹൈക്കോർട്ട് ടോപ്പ് ലെവൽ കോർട്ട് ടു ഡിസ്ട്രിക്ട് ലെവൽ കോർട്ട് വരെയുള്ള ഒരു ഏരിയാസിന്റെ കവറേജ് ഇതിലുണ്ട്. ഇതെന്ന് വെച്ചാൽ 2 ബുക്സിന്റെ മെയിൻ റിവ്യൂ ആണ് ആക്ച്വലി ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. അത് 2 ബുക്സ് ഏതെന്ന് വെച്ചാൽ വൺ അഡ്വക്കേറ്റിംഗ് ജുഡീഷ്യൽ റിഫോം ആൻഡ് അതർ ഡെമോക്രാറ്റൈസിങ് ലീഗൽ ലിറ്ററസി ഫോർ വുമൻ. അപ്പോൾ വുമന്റെ ഒരു ജെൻഡർ ആസ്പെക്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് സമ്മറിയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ലിറ്ററസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഗൽ ലിറ്ററസി എന്നുള്ളൊരു ആസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ലീഗൽ ലിറ്ററസി നമ്മൾ എൻഹാൻസ് ചെയ്താൽ എന്ത് ആക്കാൻ പറ്റും, ജസ്റ്റിസിനെ നമുക്ക് മോർ ആക്സസിബിൾ ആക്കാൻ പറ്റും, പാർട്ടിസിപ്പേറ്ററി ആക്കാൻ പറ്റും, റെസ്പോൺസീവ് ആക്കാൻ പറ്റും എന്നാണ് ആക്ച്വലി ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസിനെ നമുക്ക് എങ്ങനെ പ്രിലിംസ് ആംഗിളിൽ ഏതൊക്കെ പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ ജുഡീഷ്യറി സ്ട്രക്ചറിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം, എസ്പെഷ്യലി ഫ്രം ദ ടോപ്പ് ലെവൽ ടു ദ ബോട്ടം ലെവൽ. അപ്പോൾ ആ സ്ട്രക്ചർ എങ്ങനെ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ ആക്സസ് ടു ജസ്റ്റിസ് എന്നുള്ള ആസ്പെക്റ്റിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എസ്പെഷ്യലി ആർട്ടിക്കിൾ 32 and 226 റിട്ട് ജൂറിസ്ഡിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി മെക്കാനിസം എന്തൊക്കെയാണെന്നുള്ള ഇംപീച്ച്മെന്റും ജുഡീഷ്യൽ സ്റ്റാൻഡേർഡും അക്കൗണ്ടബിലിറ്റി ബില്ലും ഇതൊക്കെ മെയിൻ ഏരിയ ഓഫ് ഡിസ്കഷനിൽ വരും. അതേപോലെ ജസ്റ്റിസ് ഡെലിവറി ഇൻഡിക്കേറ്റർ, നമ്മൾ ജസ്റ്റിസ് ഡെലിവറി ഏതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ബേസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് മെയിൻ ഇൻഡിക്കേറ്റർ പറയുന്നത് ഏതൊക്കെ, പെൻഡൻസി ഓഫ് കേസസ്, വാക്കൻസി ഇൻ ജുഡീഷ്യറി, ഡിസ്പോസൽ റേറ്റ്. അതേപോലെ ലീഗൽ ലിറ്ററസി ആൻഡ് എംപവർമെന്റ് സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. റീസെന്റ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ടെലി ലോ ഇനിഷ്യേറ്റീവ്, ന്യായബന്ധു ഇനിഷ്യേറ്റീവ് നമുക്ക് ഇതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇനി നമുക്ക് മെയിൻ പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ ഏരിയ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ മെയിൻസ് ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 2 ഗവർണൻസ് ആൻഡ് പൊളിറ്റി ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഓൺ ദ ആസ്പെക്ട് ഓഫ് ജുഡീഷ്യൽ റിഫോം. അതേപോലെ ആക്സസ് ടു ജസ്റ്റിസ് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാം ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, എസ്പെഷ്യലി ഫോർ മാർജിനൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് വുമൻ. അതുപോലെ ലീഗൽ അവയർനെസ് ആൻഡ് എംപവർമെന്റ് ആസ്പെക്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എല്ലാത്തിനുപരി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ ആർട്ടിക്കിൾ 50 DPSP ഏരിയയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ GS പേപ്പർ 1 വുമൻ ആൻഡ് ലോ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്കിത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന് ആക്സസ് ഓഫ് ജസ്റ്റിസ് എന്നുള്ള ആസ്പെക്റ്റിലും നമുക്ക് ഈ ന്യൂസ് ബ്രീഫിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിന്റെ മെയിൻ ഡിസ്കഷനിൽ വരുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ളതും അത് നമ്മൾ ലൈഫിൽ എങ്ങനെ അഫക്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ന്യൂസാണ്. അതിൻ്റെ ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് ആക്ച്വലി സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ ന്യൂസിൽ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഡിസ്റപ്റ്റിംഗ് ദ ഹ്യൂമൻ ഗട്ട് ഇൻ എ ന്യൂ പാത്ത് ടു ഇൽനെസ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഗട്ടിനെ ഈ ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട് ചെയ്യുന്നുള്ളതും അത് നമ്മൾ ഒരു പുതിയ ഇൽനെസിന്റെ എവല്യൂഷനിലോട്ട് പോകുന്നു എന്നുള്ള ഡിസ്കഷനാണ് മെയിനായിട്ട് ന്യൂസിലുള്ളത്. സോ എന്താ സമ്മറൈസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൾട്ടറിങ് ദ ഫുഡ് ക്വാളിറ്റി ആൻഡ് അവൈലബിലിറ്റി. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫുഡ് ക്വാളിറ്റി അതിൻ്റെ അവൈലബിലിറ്റി ഹൈലി ഓൾട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ നെഗറ്റീവ്ലി എഫക്ട് ദ ഗട്ട് മൈക്രോ ബാക്ടീരിയ ഡൈവേഴ്സിറ്റി. നമ്മളെ ഗട്ടിലുള്ള മൈക്രോ ബാക്ടീരിയയുടെ ഡൈവേഴ്സിറ്റി ഹൈലി അഫക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. അപ്പോൾ ആ ഫുഡ് ക്വാളിറ്റി, ആ ഫുഡ് അവൈലബിലിറ്റി നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആ ഗട്ട് ബാക്ടീരിയയുടെ അവൈലബിലിറ്റി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷണറി ആസ്പെക്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്റപ്ഷൻ ഇൻ ഗട്ട് മൈക്രോബയോട്ട is linked to various health issues such as metabolic disorders, infection and even neurological condition. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസ്റപ്ഷൻ ആക്ച്വലി എന്താ എഫക്ട് ചെയ്യുന്നത്,
നമ്മുടെ മെറ്റാബോളിക് ഡിസോർഡറിനെയും ഇൻഫെക്ഷനെയും ന്യൂറോളജിക്കൽ കണ്ടീഷനെ ആൾട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കറന്റ് ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് നടക്കുന്നുണ്ട്. എന്തിനെ ബേസിട്ടാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെയും ന്യൂട്രീഷനെയും മൈക്രോബിയൽ ഹെൽത്തിനെയും കണക്ട് ചെയ്തിട്ടുള്ള ആസ്പെക്റ്റിലാണ് ഡിസ്കഷൻ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഏതെന്ന് നോക്കാം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ. ഫസ്റ്റ് വൺ ഈസ് ഗട്ട് മൈക്രോബയോട്ട. അപ്പോൾ അതെന്താണെന്നുള്ള ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ ആൻഡ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. ദെൻ കംസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഗ്രികൾച്ചർ. അറിയാം ഫുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫുഡിന്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ഔട്ട്പുട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നുള്ളത്? എസ്പെഷ്യലി ഹൗ റൈസിങ് CO2 ലെവൽ അഫക്ട് ക്രോപ്പ് ന്യൂട്രീഷൻ. അപ്പോൾ CO2ന്റെ അവൈലബിലിറ്റി എങ്ങനെ ക്രോപ്പ് ന്യൂട്രീഷൻ അഫക്ട് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. Then heat related health issue linked to food or waterborne illness and microbial imbalance. അപ്പോൾ ഈ ഒരു മൈക്രോബിയൽ ഇംബാലൻസും ഹീറ്റ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. എന്ത്? ഫുഡും ഈ ഒരു ബോഡി ഫിസിയോളജി ആയിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ. Then comes മെറ്റാജിനോമിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി. അപ്പോൾ എമർജിങ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഒരു റിസർച്ച് ഏരിയയിൽ, ഹ്യൂമൻ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് റിസർച്ച് ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് മെറ്റാജിനോമിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി. എന്താണ് മെറ്റാജിനോമിക്സ് എന്ന് അല്ലെങ്കിൽ റീസെൻ്റ് ന്യൂസിൽ എന്തുകൊണ്ടെന്നുള്ള ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കീവേഡ് മെയിനായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ GS പേപ്പർ 2 ഹെൽത്ത് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് ഏത് രീതിയിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഓൺ പബ്ലിക് ഹെൽത്ത് റിസർച്ച് ഫണ്ടിങ്ങും റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ GS പേപ്പർ 3 എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഫുഡ് സിസ്റ്റം. ദെൻ എൻവയോൺമെന്റ് സ്ട്രെസ്സിനെ കുറിച്ച് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ഈ ഒരു ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. Another important aspect GS paper 4 ethics or essay പേപ്പറിൽ environmental justice and health equity ആസ്പെക്റ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ന്യൂസ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ഒരു IR ആംഗിൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻ ആംഗിളിലുള്ള ഒരു ന്യൂസ് ആണ്. അപ്പോൾ ഇത് റീസെന്റ് ഇന്നലെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി ഏരിയയിൽ നിന്ന് ബ്രീഫിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസിനെ കുറിച്ചിട്ട് ഇന്റർനാഷണൽ മീഡിയയ്ക്കും അല്ല ഇന്റർനാഷണൽ ലീഡേഴ്സിനും വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രീഫിങ്ങിനെ കുറിച്ചിട്ടുള്ള സമ്മറി ആണ് മെയിനായിട്ട് ഈ ന്യൂസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ ബ്രീഫ് എൻവോയ്സ് ഓഫ് 13 സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇന്നലത്തെ പഹൽഗാം അറ്റാക്കിന് കൗണ്ടർ ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ന്യൂസ് ബ്രീഫിംഗ് ആണ്. അപ്പോൾ ഈ ന്യൂസിൽ മെയിനായിട്ട് സമ്മറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റാക്കിന് ശേഷം ഇന്റർനാഷണൽ മീഡിയയ്ക്കും അതിന്റെ റിലേറ്റഡ് ഓഫീസേഴ്സിനും വേണ്ടിയിട്ട് ഒരു ന്യൂസ് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യ ബ്രീഫ്ഡ് 13 UNSC എൻവോയ്സ്. ഈ ഒരു അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ബ്രീഫിംഗ് മെയിനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇന്ത്യ അക്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ പഹൽഗാം അറ്റാക്ക് എന്ന് വെച്ചാൽ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള TRFും ലഷ്കർ-ഇ തോയ്ബയും കണ്ടക്ട് ചെയ്തെന്നുള്ളതും അതിനെ ബാക്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് ബ്രീഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രീഫിംഗ് എയിം ടു റാലി സപ്പോർട്ട് ഓഫ് UNSCയുടെ സപ്പോർട്ടും അതേപോലെ FATFന്റെ സപ്പോർട്ടും മെയിനായിട്ട് ആസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് UNSC 1267 സാങ്ഷൻ എന്ന് നോക്കാം, അല്ലെങ്കിൽ ആ സാങ്ഷൻ കൊടുക്കുന്ന കമ്മിറ്റി നോക്കാം. ഇതൊരു കീ മെക്കാനിസമാണ് ഫോർ ഇമ്പോസിങ് സാങ്ഷൻ ഓൺ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി അസോസിയേറ്റഡ് വിത്ത് ടെററിസം. അപ്പോൾ ടെററിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വലിന് മേലിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു സാങ്ഷൻ കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് ആക്ച്വലി അത് UNSC 1267 എന്ന് പറയുന്നത്. അതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഇത് ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു കോമ്പാക്ട് മണി ലോണ്ടറിങ്, ടെറർ ഫിനാൻസിങ് ത്രൂ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പം മണി ലോണ്ടറിങ്ങും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെറർ ഫിനാൻസിങ്ങിന് കോമ്പാക്ട് ചെയ്യുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ് ആക്ച്വലി അത് FATF എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിനായിട്ട് അറിയേണ്ടത്. അതേപോലെ അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ FATFിലുള്ള ബ്ലാക്ക് ഓർ ഗ്രേ ലിസ്റ്റ് എന്നുള്ളതാണ്. കൺട്രീസ് വിത്ത് സ്ട്രാറ്റജിക് ഡെഫിഷ്യൻസി ഇൻ കോമ്പാറ്റിംഗ് ടെറർ ഫിനാൻസിങ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദീസ് ലിസ്റ്റ് ലീഡിങ് ടു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ പ്രഷർ. അപ്പോൾ ഇന്റർനാഷണൽ ഒരു ഫിനാൻഷ്യൽ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺട്രീസിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, ഈ മെയിനായിട്ട് ഈ ടെററിസ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഗ്രേ ലിസ്റ്റിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലോ ആക്കിയിട്ട് അവരുടെ മേലിൽ ഫിനാൻഷ്യൽ പ്രഷർ ഇമ്പോസ് ചെയ്യുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഈ ഒരു ബ്ലാക്ക് ഓർ ഗ്രേ ലിസ്റ്റ് മെയിനായിട്ടുള്ളത്. ഇനി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇത് എവിടെ കണക്ട് ചെയ്യാൻ നോക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ഇന്റർനാഷണൽ ആസ്പെക്റ്റിൽ മെയിനായിട്ട് വരും GS പേപ്പർ 2. അതേപോലെ ഇന്റർണൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിലും സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം എന്നുള്ള ഒരു ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇനി ഗവർണൻസ് ആംഗിൾ നമ്മൾ കണക്ട് ചെയ്യാം, എങ്ങനെ ഇന്ത്യൻ ഗവർണൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവർണർ ഏജൻസീസിൽ നിന്ന് നമുക്ക് ഒരു ഇന്റർനാഷണൽ ആസ്പെക്റ്റിലോട്ട് ഇതിനെ കണക്ട് ചെയ്ത് പോകാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്, എസ്പെഷ്യലി FATFനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് ആർട്ടിക്കിൾ ഇന്നത്തെ ന്യൂസിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് പോയിന്റിലും മെയിൻസ് ആംഗിളിലും എങ്ങനെ ഇത് റിലേറ്റ് ചെയ്യാന്നുള്ള ആസ്പെക്റ്റിൽ
കണക്ട് ചെയ്ത് പഠിച്ചു പോകും. അപ്പൊ നാളെ ഇതേപോലെ അടുത്തൊരു ന്യൂസ് ഡെസ്ക് കാണാം. താങ്ക് യു.